നാഗ കൺപോളം വീങ്ങിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൺപോളം വീങ്ങിയിരിക്കുന്നു, എൻ്റെ സാമാനം മൊത്തം അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാതെ ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഇവിടെ ഇന്ന് ജോലിക്ക് ആള് വരുമ്പോൾ അവർക്ക് ജോലി കൂലി കൊടുക്കണം. അങ്ങനെയാ കൺപോളം ചിലപ്പോൾ വീങ്ങിയിരിക്കും, ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ സാമാനം വീങ്ങിയിരിക്കുമോ നീര് കൊണ്ടിരിക്കുമോ അതൊന്നും അല്ല അറിയേണ്ടത്. ഒരു കാര്യം ഒരാൾ വന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അല്ലാതെ അവരുടെ സാമാനം അങ്ങോട്ട് കയറിയിരിക്കുന്നു ഇങ്ങോട്ട് ഈ കൺട്രോൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല, മാറ്റാൻ പറ്റില്ല. അപ്പം മാറ്റാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടണ്ട. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? അങ്ങനൊരു മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യന് വയ്യായ്മ വരും. ഇപ്പൊ ഞാൻ പിന്നെ എന്തോ പറഞ്ഞു വയ്ക്കുന്നത്, ഞാൻ ഈ കണ്ട ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിപ്പം എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അത് മറ്റാളുകൾക്ക് കൊടുക്കുവാണെന്നും നിന്റെയൊക്കെ സാമാനത്തിനകത്തിലോട്ടല്ലേ ഇത് വന്ന് കയറുന്നത്. ഇത് കേൾക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനെങ്കിലും ഉള്ള നീയൊക്കെ ഏത് മയിലുകളെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള ശില്പങ്ങളും ചിത്രങ്ങളും അതും ഇതും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ശാരീരികമായിട്ടുള്ള എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആളുകളെ വിളിച്ച് ഇതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരു വരുമാന മാർഗമാകും. ശില്പങ്ങള് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് അവസരങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാൽ അവർക്ക് അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. 10 പൈസ അവരുടെ കയ്യിലിരിക്കുകയും ചെയ്യും. അത് പറയുമോ കുത്തിയിരുന്ന് അന്തരം പറയും എൻ്റെ സാമാനം വീങ്ങിയിരിക്കുവാന്ന്. എൻ്റെ സാമാനം വീങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലും മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത നിന്നെയൊക്കെ ചാട്ടവാറിനടിക്കണം. ഞാൻ എന്തോ പറയണ്ടത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്ന് എനിക്ക് ക്യാഷ് വേണം. 3 പേരുണ്ട്. 3 പേർക്ക് ജോലിക്കൂലി കൊടുക്കണം. അപ്പോൾ അതിനുള്ള പേയ്മെൻ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വിജയ് സുധാകരൻ അവർക്ക് പറ്റുന്ന രീതി പോലെ ഒരു ലവ് യു നാഗാണ്. കണ്ടോ? അർച്ചന സന്തോഷ് അവർക്ക് പറ്റുന്നത് പോലെ ചെയ്തു. നമസ്കാരം നാഗ ചിത്ര എസ് കണ്ടോ? അവർക്ക് പറ്റുന്നത് പോലെ ചെയ്തു. ഇതാണ് വേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്താണ് പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നീക്ക് പോയി ചാവ്. എന്തിനാ ഇങ്ങനെ മനുഷ്യജന്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോയി ആത്മഹത്യ ചെയ്യും.